ഇമ്മ ഞാൻ പോയി. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അന്റെ മേശപ്പുറത്തുണ്ട് ഇപ്പൊ പൈസ വെച്ചിട്ട് ഇജ്ജ് എടുത്തത്. അത് ഞാൻ എടുത്തുക്കണു. ആ പൈസ ആയിട്ട് ഇജ്ജ് പോയിക്കാണ്ട് ഒറ്റക്ക് മേടിച്ചാലേ റെഡി ആയി കിട്ടും. ഇപ്പാനും കൂടിയും കൂട്ടിക്കോ. കൊണ്ടുപോകാൻ പറ്റിയ ആള് തന്തവൈബാണ്. ഒരു മനുഷ്യന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ എന്റെ കൂട്ടുകാരന്മാരൊപ്പം പോയിക്കൊണ്ട് എന്നാ ഞാൻ പോയി. ഫോൺ വാങ്ങിടാ. കട്ട് ചെയ്യാൻ നോട്ടെ. എങ്ങനെയാണത് ഓണാക്കല്? നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ കാണിക്കണി നിങ്ങളെ പോലെ പ്രായമുള്ളവർക്കൊന്നും നടക്കൂല. അങ്ങനത്തെ നെക്കി ഫോൺ നടക്കുള്ളൂ. എടാ ഈ ഫോണ് കണ്ടുപിടിച്ചത് ആരാന്ന് എനിക്കറിയാം. അതിപ്പോ ആർക്കും അറിയാത്ത മാർട്ടിൻ കൂപ്പർ. എടാ ഈ ഫോണ് മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിക്കുന്ന സമയത്ത് അയാളെ പ്രായം പനമാരിയുടെ വയസ്സ് തന്നെയാണ്. പിന്നെ ജിമ്മാനോട് പറഞ്ഞു ഇപ്പോൾ ഒരു തന്ത വൈബാണ്. എടാ ഞാൻ തന്ത വൈബ് തന്നെയാണ്. എനിക്ക് അത്യാവശ്യം പ്രായമൊക്കെ ആയിക്കണം. പക്ഷെ ഞാൻ എൻ്റെ പ്രായത്തിലേ നല്ല ഭംഗിയിലും നല്ല മുടിയൊക്കെ വാർന്ന് നല്ല ചുറുക്കിലൊക്കെ നടന്നിരുന്നു. ഇപ്പം എനിക്ക് കുടുംബം കുട്ടികളൊക്കെ ആയപ്പോഴേ അത് നോക്കാൻ എനിക്ക് ഒഴിവുള്ളൂ. കാരണം ഈ ഗ്ലാമറിൽ നടക്കാനേ പകു സമയമില്ല. ഈ തന്ത വൈബായ ഞാനേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാണ്ടേ 65,000 റുപ്യക്ക് എനിക്ക് ഈ ഫോൺ മേടിച്ചു തന്നിട്ടുണ്ട്. ഈ തന്ത വൈബിനെ വല്ലാതെ കുറ്റം പറയൊന്നും വേണ്ട. എന്നും എൻ്റെ മോനെ ഈ പ്രായത്തിൽ ഈ ചുറുചുറുക്കോല നിൽക്കൊന്നുമില്ല. എനിക്കും ഉപ്പാൻ്റെ പ്രായം വരും. എന്നാൽ എൻ്റെ മക്കളും പറയും തന്ത വൈബ് എന്ന്. അപ്പം എനിക്ക് ആ മനസ്സിന് ആ വേദന ഉണ്ടാവുള്ളൂ. അതിപ്പം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല.